ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? നമുക്കിന്ന് രണ്ട് പഴുത്ത മാങ്ങ ഇട്ടിട്ടുണ്ടേ. നമുക്ക് ഇതുകൊണ്ടൊരു മാമ്പഴത്തിൻ്റെ പൾപ്പ് വെച്ച് ഒരു ബ്രെഡ് പരിപ്പുണ്ടാക്കാം. കാണാം. ഈ മാങ്ങയെ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വയ്ക്കാം. മാമ്പഴം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. മാങ്ങയെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ശർക്കര ഉരുക്കിയെടുക്കാം. ശർക്കര ഉരുക്കി ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. ഒരു പാൻ എടുത്ത് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ മാങ്ങയുടെ പഴുപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ച് നമുക്ക് ഇളക്കി കൊടുക്കാം. എല്ലാവരുടെയും വീട്ടിലിപ്പം മാങ്ങയുടെ സീസണല്ലേ, എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇതിലേക്ക് നമുക്ക് ഈ ഉരുക്കി വെച്ചേക്കുന്ന ശർക്കര കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 2-3 ഏലക്ക പൊടിച്ചത് കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് നട്ട്സൊക്കെ ഇടുന്നത് നല്ലതാണ്. എൻ്റെ കയ്യിൽ കുറച്ച് കപ്പലണ്ടി പൊടിച്ചതിരിപ്പുണ്ട്, അതും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി കൊടുക്കാം. മാമ്പഴത്തിൻ്റെ പൾപ്പ് കണ്ട് ഈ പരുവത്തിലായിട്ടുണ്ട്. ഒരുപാടങ്ങ് ഡ്രൈ ആവണ്ട. നമുക്കിത് നിർത്തി വയ്ക്കാം, ഇറക്കി വയ്ക്കാം. ഇനി നമ്മൾ കുറച്ച് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൾപ്പിലേക്ക് തേച്ച് കൊടുക്കാം. കണ്ടോ, ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ പൾപ്പ് തേച്ച് കൊടുക്കുക. അതായത് നമ്മൾ പിന്നെ മാംഗോ ജാമൊക്കെ വെക്കുന്നത് പോലെ തന്നെയാണ്. നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ബ്രെഡും കൂടി വെച്ച് ഇങ്ങനെ വയ്ക്കാം. ഇനി നമുക്ക് ഈ ബ്രെഡ് പൊരിച്ചെടുക്കാനായി ഒരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കാം. ചൂടായ പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കണം. എന്നിട്ട് നമുക്കൊന്ന് തൂവി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ബ്രെഡ് ഇതിലേക്ക് വയ്ക്കാം. വയ്ക്കാൻ പറ്റുമോ? ബ്രെഡ് നന്നായിട്ട് അപ്പുറം മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ബ്രെഡും മാമ്പഴവും കൂടി ചേർത്തുണ്ടാക്കിയ 4 മണി പലഹാരം. നിങ്ങളുടെ വീട്ടിലൊക്കെ മാമ്പഴം കിട്ടുമ്പോഴേ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾക്കും ഇഷ്ടമാവും. അപ്പോൾ ഓക്കെ, ബൈ.